ഹലോ. അങ്ങനെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്ക് ദുബായ് എയർപോർട്ടിൽ ഒരു 6 hours 45 minutes ലേ ഓവർ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഈ 6 hours ഞാൻ ഇവനെ വെച്ച് എന്തോ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവൻ എപ്പോഴാണ് വൈലൻ്റ് ആവുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറം എൻ്റെ മോൻ ഭയങ്കര ഡീസൻ്റ് ആയിരുന്നു. അവിടെ പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. കുറച്ച് നേരം അവൻ ഫോണൊക്കെ നോക്കി, പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ കിടന്നുറങ്ങി. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ 2:30 അവിടെ ലാൻഡ് ആയതാണ് ദുബായ് എയർപോർട്ടിൽ. അവിടെ നിന്ന് പിന്നെ നെക്സ്റ്റ് ഫ്ലൈറ്റ് വന്നിട്ട് രാത്രി 9:30 ആ ഒരു 9:25 ആ ഒരു ടൈമിലായിരുന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ സിറ്റുവേഷൻ്റേതായിട്ടുള്ള അറിയാമല്ലോ ഇപ്പോഴത്തെ സിറ്റുവേഷന്, അതിൻ്റെ ബേസ് ചെയ്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങളും അങ്ങനെ ചെറുതായിട്ട് പാനിക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ കയറിയിട്ട് ആൾ ഭയങ്കര അടിപൊളിയായിരുന്നു. അത് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് ടേക്ക് ഓഫ് ഒക്കെ ആയി ദുബായിയുടെ നല്ല അടിപൊളി നൈറ്റ് വ്യൂ ഒക്കെ കണ്ട് അങ്ങ് ദൂരെ ബുർജ് ഖലീഫയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പിന്നെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് അവന് ടോയ്സും അതുപോലെ തന്നെ അവൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ച് ഫുഡ് ഇവനുണ്ടല്ലോ ഈ ബ്രോക്കോളി കഴിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഇതും പ്രതീക്ഷ ഞാൻ ഇനിയും വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഇവ ഇത് കഴിക്കത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എൻ്റെ മോൻ്റെ തനി സ്വഭാവം പുറത്ത് വന്നത്. ഇവൻ ഭയങ്കര സീനായിരുന്നു അത് കഴിഞ്ഞിട്ട്. കാരണം എന്ന് വെച്ചാൽ ഇവൻ അടുത്തിരിക്കുന്ന ചേട്ടനെ അടിക്കുന്നു, കടിക്കുന്നു, നുള്ളുന്നു, പിച്ചുന്നു. ആ മനുഷ്യന് ഹെഡ്സെറ്റും വെച്ച് സ്ക്രീനിൽ വീഡിയോയും കണ്ടിരിക്കും. ഇവൻ പോയിട്ട് ഹെഡ്സെറ്റിൻ്റെ വയറ് ഊരി വിടും. അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്, ആ ചേട്ടനാണെങ്കിൽ വാഷ്റൂമിൽ പോയ ടൈമിൽ ഇവൻ ഇറങ്ങി ഓടി. പിന്നെ ഇവനെ പിടിച്ച് എങ്ങനെയാണ്ട് കൊണ്ടുവന്ന് ബെൽറ്റൊക്കെ ഇട്ടിരുന്നത്. ബെൽറ്റ് ഇടാൻ മാത്രം എൻ്റെ മോന് ഇഷ്ടമല്ല. ബാക്കി ഫ്ലൈറ്റിൽ കയറാനും ഇരിക്കാനും അതൊക്കെ വേറെ പേടിയോ അങ്ങനെയൊന്നും കരച്ചിലോ ഒന്നുമില്ല. അതൊക്കെ ഭയങ്കര ഇഷ്ടം. പക്ഷേ ബെൽറ്റ് ഇടരുത്, അത് മാത്രമേ ഉള്ളൂ വിഷയം. അങ്ങനെ പിന്നെ നമ്മൾ ട്രിവാൻഡ്രത്ത് സേഫായിട്ട് ലാൻഡ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ലഗേജൊക്കെ എടുത്ത് നമ്മൾ പുറത്തിറങ്ങി. അവിടെ അമ്മയും പാപ്പായൊക്കെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ടായിരുന്നു. സയാൻ പിന്നെ അവനെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഡബിൾ ഹാപ്പിയായി. പിന്നെ അവൻ എന്നെ വേണ്ടായിരുന്നു. പിന്നെ അവൻ അവരെ കൂടെ ആയിരുന്നു ഫുൾ ടൈം. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലോട്ട് പോകാൻ ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.